മധുരക്കിഴങ്ങ് കൊണ്ട് നല്ല 2 തരം ഡിഷാണ് ഇപ്പം ഞാൻ തയ്യാറാക്കിയുള്ളത്. കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ എരിവ് വേണ്ടവർക്കും വേണ്ടി ഒരു ഡിഷും മധുരമുള്ളവർക്ക് വേറൊരു ഡിഷും. മധുരക്കിഴങ്ങും തേനും ചേർത്തിട്ട് നമ്മൾ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ പച്ചമുളകും സവാളയും ചേർത്തിട്ട് ഒരു എരിവിൻ്റെ ടേസ്റ്റ് ഉള്ളതും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. മധുരക്കിഴങ്ങ് കൊണ്ട് മധുരമുള്ളതും എരിവുള്ളതുമായിട്ടുള്ള 2 രീതിയിൽ നമുക്കൊരു പാൻ കേക്ക് തയ്യാറാക്കാം. മധുരക്കിഴങ്ങ് നമ്മൾ നല്ലോണം കഴുകി കട്ട് ചെയ്ത് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നല്ലോണം പൊടിച്ചിട്ടെടുക്കാം. 2 മധുരക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. മധുരക്കിഴങ്ങ് ഇതുപോലെ വേവിച്ചെടുക്കണം. തൊലിയൊക്കെ അങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല സ്പീഡിൽ കിട്ടും പെട്ടെന്ന്. അത് വളരെയധികം വിറ്റാമിൻ ഉള്ളതാണ് മധുരക്കിഴങ്ങ്. ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ മധുരക്കിഴങ്ങ് അപ്പോൾ ഏത് രീതിയിലായാലും നമ്മൾ കഴിക്കണം. അപ്പോൾ ഇതൊരു മധുരമുള്ള രീതി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. എരിവുള്ള മോഡലിൽ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. 2 മുട്ടയും കൂടി മതി നമുക്ക് ഈസി ആയിട്ട് ഈ ഡിഷ് തയ്യാറാക്കാം. എല്ലാ മധുരക്കിഴങ്ങും തൊലി കളയും. അതുപോലെ എല്ലാ മധുരക്കിഴങ്ങും നമ്മൾ തോലൊക്കെ കളഞ്ഞ് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മധുരക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കാം. ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്മാഷർ കൊണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. നമുക്കിത് 2 തരത്തിൽ തയ്യാറാക്കണ കാരണം 2 പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സ്മാഷ് ചെയ്ത് നല്ലോണം പൊടിച്ചത് നമുക്ക് 2 പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ 2 രീതി ഒരുമിച്ച് കാണിക്കുന്നുണ്ട്. 2 പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 4 മുട്ട എടുത്തിട്ടുണ്ട്. 2 പാത്രത്തേക്ക് 2 മുട്ട വേദം നമ്മൾ കട്ട് ചെയ്ത് ഒഴിക്കണം. പിന്നെ നമുക്കൊരു നുള്ളു ഉപ്പ് ചേർക്കാം. നമുക്ക് നല്ലോണം ഈ ഫോർക്ക് എടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ച ഒരു സവാള പകുതി, ചെറിയ സവാള ചെറുതാക്കി നുറുക്കിയതാണ്. പൊടിയായിട്ട് ചെറുതാക്കിയിട്ട് നുറുക്കുക. ഏറ്റവും ചെറുതാക്കി അത്രയും നല്ലതാണ്. പിന്നെ 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മധുരക്കിഴങ്ങ് നല്ലോണം യോജിക്കണം. മധുരം അതുപോലെ പച്ചമുളകിൻ്റെ എരിവ് അതുപോലെ സവോളയുടെ ടേസ്റ്റൊക്കെ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ കിട്ടും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ മുട്ടയും മധുരക്കിഴങ്ങും ചേർത്ത് 2 പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പം അടുത്ത പാത്രത്തേക്കുള്ള മിക്സ് നമുക്ക് യോജിപ്പിക്കാം. ഇത് നല്ലോണം മധുരക്കിഴങ്ങും മുട്ടയും കൂടി ഒരു നുള്ളു ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഒരു നുള്ളു ചേർക്കണ്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ തേൻ ചേർക്കാം. ഒരു മധുരരസം മുന്തി നിൽക്കാനായിട്ട്. എന്നിട്ട് തേനും ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാം. 2 സ്പൂൺ തേൻ ചേർക്കാം. അപ്പോൾ തേൻ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ല മിക്സിങ് ആയിരിക്കണം കേട്ടോ. എല്ലാ മധുരക്കിഴങ്ങും ഉടഞ്ഞ് ചേരണം. നല്ല ഫൈനായിട്ട് ഉടയണം. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് ചേരണം. നമ്മൾ മധുരക്കിഴങ്ങ് സവോള കൊത്തിയരിഞ്ഞത് അതുപോലെ മുട്ടയും കൂടി യോജിപ്പിച്ചത്. പിന്നെ ഇത് നമ്മൾ മധുരക്കിഴങ്ങും മുട്ടയും തേനും കൂടി മിക്സ് ചെയ്തത്. അപ്പം നമ്മുടെ 2 ബാറ്ററും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിന് ഓരോന്നോരോന്നായിട്ട് തയ്യാറാക്കാം. അപ്പം മധുരക്കിഴങ്ങ് നമ്മൾ പച്ചമുളകും സവോളയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അപ്പാക്കി തയ്യാറാക്കാം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതൊന്ന് എല്ലാ ഭാഗത്തേക്കാക്കി മാറ്റിയതിന് ശേഷം നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് മീലാണിത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് ലിഡ് വെച്ച് ഒന്ന് മൂടാം. അപ്പോൾ നമ്മുടെ ലിഡ് മാറ്റാം. ഇനി നമുക്കിത് കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ അപ്പം മറിച്ചിടാം നമുക്ക്. അപ്പോൾ നമ്മുടെ മുട്ട മധുരക്കിഴങ്ങും അതുപോലെ സവോളയും പച്ചമുളകും കൂടി ആകുമ്പോൾ നമ്മുടെ അപ്പത്തിനൊരു എരിവ് ടേസ്റ്റ് നിൽക്കും. ഇപ്പം മധുരം ഇഷ്ടക്കുറവുള്ളവർക്ക് ഈ ഒരു എരിവ് ഓക്കെയാവും. മധുരം തന്നെ കാലത്ത് കഴിക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പം പച്ചമുളകിൻ്റെ സവോളയുടെ ഒരു ടേസ്റ്റോട് കൂടി ഈ അപ്പം നമുക്ക് തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഫുഡാണത്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് മുട്ട അപ്പം തയ്യാറായിട്ടുണ്ട്.
ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുമ്പോഴേ നല്ലൊരു മണമുണ്ട്, പച്ചമുളകിൻ്റെയും സവോളയുടെയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു കംപ്ലീറ്റ് മീലായിട്ട് കഴിക്കാൻ നല്ല സോഫ്റ്റാണ്, വളരെ ഹെൽത്തിയുമാണ്. ഇത് മധുരക്കിഴങ്ങ് കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള 2 ഡിഷും കൂടി ഞാൻ നമ്മുടെ കിച്ചണിൽ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മധുരക്കിഴങ്ങിൻ്റെ വിഭവമാണത്. മധുരക്കിഴങ്ങ് വെച്ച് കുറച്ച് പച്ചമുളകിൻ്റെ എരിവും സവോളയുടെ ടേസ്റ്റൊക്കെ കൂടിയിട്ടുള്ള ഒരു എരിവുള്ള ഒരു വെറൈറ്റി ഡിഷാണത്. കുറച്ച് വെളിച്ചെണ്ണ തൂവാം, അങ്ങനെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കാം. അപ്പം നമ്മുടെ മിക്സ്, അതായത് മധുരക്കിഴങ്ങും തേനും കൂടി മിക്സ് നമുക്ക് നല്ല കട്ടിയില്ലാണ്ടൊക്കെ ഉടച്ചെടുക്കണം. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒന്ന് പരത്തി എടുക്കാം, ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മൾ ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. മുട്ടയും കൂടി ചേർത്ത കാരണം പെട്ടെന്നാവും പാൻ കേക്ക്. പാൻ കേക്ക് ഏകദേശം മറക്കാറായിട്ട് നമുക്കിതൊന്ന് പതുക്കെ പൊട്ടാത്ത രീതിയിൽ മറിച്ചിടാം. പെട്ടെന്ന് പൊട്ടുക, അങ്ങനെ ശ്രദ്ധിച്ച് മറിച്ചിടണം. മധുരക്കിഴങ്ങിൻ്റെ മധുരവും അതുപോലെ തേൻ്റെ മധുരം കൂടി ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും തയ്യാറാക്കാം. കംപ്ലീറ്റ് മീലാണ്. അപ്പോൾ എപ്പോഴും മധുരക്കിഴങ്ങിൻ്റെ സീസൺ ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഡിഷ് ഏത് രീതിയിലായാലും മധുരക്കിഴങ്ങ് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ടേസ്റ്റും മധുരമുള്ളൊരു ഡിഷാണത്, മധുരക്കിഴങ്ങും തേനും കൂടിയുള്ളത്. നമ്മൾ അതുപോലെ 2 എണ്ണം ചെയ്ത്, എരിവുള്ളതും അതുപോലെ തന്നെ മധുരമുള്ള 2 ഡിഷാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തുള്ളത്. ഇതിപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങും ചെറുതായി നുറുക്കിയ സവോളയും പച്ചമുളകും കൂടിയുള്ള ഒരു കംപ്ലീറ്റ് മീൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് തയ്യാറാക്കാം. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് തയ്യാറാക്കാം. മധുരം ഇഷ്ടമുള്ളവർക്ക് നമുക്ക് തേനും ചേർത്ത് പാൻ കേക്കിൻ്റെ മോഡൽ തയ്യാറാക്കാം. അങ്ങനെ 2 വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് മധുരക്കിഴങ്ങ് കൊണ്ട് നമ്മൾ തയ്യാറാക്കിയുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള ഒരു 2 ഡിഷാണ്. മധുരമുള്ളവർക്കും എരിവ് ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി തയ്യാറാക്കിയുള്ള 2 പലഹാരങ്ങളത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.